സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. മുന്നണികളും പാർട്ടികളും എല്ലാം തന്നെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പല പാർട്ടികളിൽ നിന്നുമുള്ള കൂടുമാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവർ വരെ അന്തിമമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിന് മുൻപ് തന്നെ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറി അവരുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കൂടുമാറ്റങ്ങൾ കൂടുതലും നടക്കുന്നത് കോൺഗ്രസിലാണ്. 5 വർഷം മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ സമാനമായ രീതിയിൽ കോൺഗ്രസിൽ നിന്ന് പലരും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറി. ചിലര് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തോറ്റതിന് ശേഷം പാർട്ടി വിട്ടുകൊണ്ട് CPM-ലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇടക്കാലത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ചില പൊട്ടലുകൾ ചീറ്റലുകളൊക്കെ തന്നെ കോൺഗ്രസിലുണ്ടായി. അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങളൊക്കെ നേടിയ ശേഷം പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയെ പൊതുമധ്യത്തിൽ അവഹേളിച്ച് നാണം കെടുത്തി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറിയ ഒരു കൂട്ടം നേതാക്കളുണ്ട്. ആ നേതാക്കളുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇപ്പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് ലഭിക്കാതിരുന്ന ആ ഒരു പരിഗണന ഇപ്പോൾ അവർ നിലനിൽക്കുന്ന പാർട്ടിയിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു തിരിഞ്ഞുനോട്ടം നല്ലതായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ കോളിളക്കമുണ്ടാക്കി KPCC ആസ്ഥാനത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കി ഒരു നാടകീയ രംഗങ്ങൾക്ക് സാഹചര്യമൊരുക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയെ വലിയ രീതിയിൽ പൊതുമധ്യത്തിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു നേതാവായിരുന്നു കോൺഗ്രസിന്റെ ലതിക സുഭാഷ്. കോൺഗ്രസിന്റെ സമുന്നതയായിട്ടുള്ള നേതാവായിരുന്നു. പാർട്ടി ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. മുൻപ് അവർ 2 തവണ മത്സരിച്ചതാണെന്നാൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പിൽ അവര് ഏറ്റുമാനൂരിൽ നിന്നും ഒരു സീറ്റ് പ്രതീക്ഷിച്ചു. എന്നാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ വിജയസാധ്യതയൊക്കെ തന്നെ പരിഗണിച്ചപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായില്ല. മാത്രവുമല്ല, ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരാളോട് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന ലതിക സുഭാഷ് KPCC ആസ്ഥാനത്തേക്ക് എത്തി. അവിടെ മുടി മുറിച്ചുകൊണ്ട് മുട്ടയടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. വലിയ രീതിയിൽ അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്തയാക്കുകയും വിവാദമാവുകയും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലേക്ക് നീക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെ ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടുകൊണ്ട് LDF-ലെ ഘടകകക്ഷിയായ NCP-യിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നു. മാത്രമല്ല, അവർ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തു. അവര് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ദയനീയമായ ഒരു പ്രകടനം മാത്രമേ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞതുമുള്ളൂ. പിന്നീടാണ് അവര് NCP-യിലേക്ക് ചേരുകയും ഒക്കെ ചെയ്തത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവര് NCP ടിക്കറ്റിൽ മത്സരിച്ചു. എന്നാൽ ദയനീയമായിട്ട് തോറ്റുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 50 വോട്ടുകൾ പോലും തികച്ച് അവർക്ക് നേടാൻ സാധിച്ചില്ല. കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ NCP മത്സരിക്കുന്ന സീറ്റുകൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. മുൻപ് മത്സരിച്ചവരൊക്കെ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് മത്സരിക്കുന്നു. എലത്തൂരിൽ മന്ത്രി കൂടിയായിട്ടുള്ള AK ശശീന്ദ്രൻ മത്സരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെയാണ് വീണ്ടും സീറ്റുള്ളത്. മറ്റാരെയും പരിഗണിക്കുന്നില്ല. ലതിക സുഭാഷിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ പരിഗണന കിട്ടുന്നില്ല. അവർക്ക് യാതൊരു പരാതിയുമില്ല, പരിഭവമില്ല, ഹാപ്പിയാണ്. അവരങ്ങനെ പോകുന്നു. മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം വഹിച്ചിരുന്ന KP അനിൽകുമാർ ആണ്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സമുന്നത പദവിയാണ്. KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പദവിയാണ്. ആ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ആ പദവിയും രാജിവെച്ചുകൊണ്ട് പാർട്ടിയോടുള്ള പക തീർക്കാനായിട്ട് അദ്ദേഹം നേരെ ചെന്ന് കയറിയത് CPM-ലേക്കാണ്. അവിടെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അദ്ദേഹത്തെ പരിഗണിക്കാമെന്നുള്ള വാക്കു കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പാർട്ടിക്കൊപ്പം നിന്ന് അദ്ദേഹത്തിന് പിന്നീട് എന്തൊക്കെയോ ഒരു പദവി ലഭിക്കുന്നുണ്ട്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി മോഹമില്ല, പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ള പരാതിയില്ല. 5 വർഷത്തെ പാർട്ടിക്ക് വേണ്ടിയുള്ള CPM-ന് വേണ്ടിയിട്ട് പണിയെടുത്തതിന് തനിക്ക് പ്രതിഫലമായിട്ട് പാർട്ടിയൊന്നും തന്നില്ല എന്നുള്ള പരിവേദനമില്ല. അദ്ദേഹത്തിനും അത്തരത്തിൽ സീറ്റ് കിട്ടാത്തതിന് യാതൊരു വിഷമവുമല്ല. അദ്ദേഹവും പൂർണ്ണ ഹാപ്പിയാണ്. അങ്ങനെ അദ്ദേഹം കിട്ടിയ സ്ഥാനത്ത് സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് പോവുകയാണ്. മറ്റൊരു നേതാവ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച PS പ്രശാന്ത് ആണ്. കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു. PS പ്രശാന്ത് 2021 തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിന്നും GR അനിലിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനു പിന്നാലെ അദ്ദേഹം പരാജയത്തിൽ തനിക്കെതിരെ പാർട്ടി പ്രവർത്തിച്ചു എന്നൊരു
നരേഷൻ ഉണ്ടാക്കിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചു. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ ഒരു കലഹം ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടി വിട്ട് CPM-ലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CPM-ലെത്തിയ PS പ്രശാന്തിന് 2023 ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനം CPM കൊടുത്തു. 2025 കഴിഞ്ഞ നവംബർ മാസം 17-നാണ് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം ആ പദവി ഒഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തെ വിടാതെ ആ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലയളവിൽ അദ്ദേഹത്തിന്റെ ആ പദവി അദ്ദേഹത്തെ വലിയ വിവാദങ്ങളിൽ പെടുത്തിയിരിക്കുകയാണ്. വിവാദങ്ങളിൽ നിന്നും അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിലേക്ക് അന്വേഷണം പല ഘട്ടത്തിലും പോയതാണ്. ഇനിയും അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്താനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് ഹൈക്കോടതിയുടെ മുന്നിലാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ അദ്ദേഹം വിവാദങ്ങളിൽപ്പെട്ട് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഉഴലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPF-ന്റെ സ്ഥാനാർത്ഥി നിർണയം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആ ലിസ്റ്റിൽ PS പ്രശാന്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും PS പ്രശാന്തും ഈ പറഞ്ഞതുപോലെ ഹാപ്പിയാണ്. അദ്ദേഹത്തിനും മറ്റു പരാതികളോ പരിഭവങ്ങളോ ഒന്നും CPM-നോടില്ല. കോൺഗ്രസിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു മുറുമുറുപ്പുമില്ല. ആ വിഷയത്തിൽ തന്നെ പരിഗണിച്ചതേ ഇല്ല എന്നുള്ള വിഷയമില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ള പരാതിയൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. അദ്ദേഹം കൂളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മറ്റൊരു നേതാവ് കോൺഗ്രസിൽ നിന്നും അടുത്തിടെ വിട്ടുപോയ സീറ്റിന്റെ പേരിൽ വിട്ടുപോയ മറ്റൊരു നേതാവാണ് P സരിൻ. അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസ് വഴിയാണ് കോൺഗ്രസിലേക്ക് എത്തി. അദ്ദേഹം ഈ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയിൽ ആകർഷ്ടനായിട്ട് അദ്ദേഹം വന്നുവെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ വന്നൊരു വ്യക്തി അദ്ദേഹത്തിന് പാർട്ടി ആ രീതിയിൽ കൊടുക്കാവുന്ന പരമാവധി ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ട പരിഗണനകളെല്ലാം തന്നെ പാർട്ടി നൽകിയിട്ടുണ്ട്. 2024 പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറഞ്ഞതുപോലെ P സരിൻ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു. എന്നാൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ഉറപ്പായ ഘട്ടത്തിൽ അദ്ദേഹം തലേന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയില്ല എന്ന് മാത്രമല്ല വിജയസാധ്യത ഇല്ലാത്ത ഒരാളെ എന്തിനാണ് അവിടെ നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. താൻ എങ്ങോട്ടും പോകില്ല, മറ്റു പാർട്ടികളിലേക്കൊന്നും പോകില്ല, താൻ ഇത്തരം ഒരു കാര്യം ഉന്നയിച്ചതാണ്, പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നൊക്കെയാണ് അദ്ദേഹം തലേന്ന് പറഞ്ഞത്. എന്നാൽ പിറ്റേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം കോൺഗ്രസ് വിട്ടുകൊണ്ട് CPM-ലേക്ക് പോയി. നിമിഷങ്ങൾക്കകം CPM-ന്റെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വിട്ട് CPM-ലേക്ക് പോകുന്നതിനിടയ്ക്ക് BJP-യുമായും അവിടേക്ക് പോകാനുമുള്ള ചർച്ച നടത്തി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. അത്തരത്തിൽ വലിയ ഒരു കലഹം ഉണ്ടാക്കിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവിടെ ചെന്ന് സ്ഥാനാർത്ഥിയായി ദയനീയമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു നേതാവാണ് P സരിൻ. അതിനുശേഷം അദ്ദേഹത്തിന് പാർട്ടി ഒരു പദവി കൊടുത്തു. ഏതാണ്ട് പ്രതിമാസം 80,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിയാണ് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പലയിടത്തു നിന്നും മത്സരിക്കുമെന്നുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിരുന്നു. ഒറ്റപ്പാലത്ത് അദ്ദേഹത്തിന്റെ പേര് പരിഗണന. ഒറ്റപ്പാലം എന്ന് പറയുന്നത് CPM-ന്റെ ഷുവർ സീറ്റുകളിലൊന്നാണ്. അവിടെ നിന്നും അദ്ദേഹത്തിനെ മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ വന്നിരുന്നാൽ അതൊന്നും ഉണ്ടായില്ല. സരിനും വലിയ രീതിയിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കുറഞ്ഞത് പാലക്കാടെങ്കിലും ഒരിക്കൽ കൂടി തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്നും CPM-ന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഒരു ഹോട്ടൽ വ്യവസായിയാണ്. NMR റസാഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വ്യവസായിയെ പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് പാലക്കാട് CPM-ന്റെ ജില്ലാ നേതൃത്വം എത്തിയിരിക്കുന്നു. അവരെ ആ കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്ന വിവരം. അപ്പോൾ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെ ഉന്നയിച്ച സരിന് നിലവിൽ താൻ നിൽക്കുന്ന പാർട്ടി CPM ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്നിറക്കുന്നതിൽ ഒരു പരാതിയില്ല. ഈ പറയുന്ന പോലെ പേയ്മെന്റ് സീറ്റ് എന്നുള്ള ആരോപണങ്ങളില്ല. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടല്ല, CPM-ന് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. ഒന്നുമല്ലെങ്കിൽ ഈ സരിനെങ്കിലും അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാം. പക്ഷേ അത് കൊടുത്തില്ല. മറ്റൊരു ഹോട്ടൽ മുതലാളിയാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവിടെ സരിന് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടാൻ പറ്റില്ല. അദ്ദേഹത്തിന് മറ്റു പരാതികളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ പരിഗണിച്ചില്ലെന്നോ അല്ലെങ്കിൽ തന്നെക്കാട്ടിലും വിജയസാധ്യത ഇല്ലാത്തയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നോ ഒരുപക്ഷെ കോൺഗ്രസിലായിരുന്നെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുമായിരുന്ന ആരോപണങ്ങളൊന്നും തന്നെ CPM-ലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉന്നയിക്കാനല്ല. ഒരക്ഷരം പോലും എന്നൊരക്ഷരം പോലും മിണ്ടാൻ അദ്ദേഹത്തിന്
നാവ് പൊങ്ങുന്നില്ല, അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM-ൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എത്ര സ്ഥാനമുഖികളാണെങ്കിലും ഒരക്ഷരം പോലും പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ പറയാൻ അവർക്ക് ചങ്കൂറ്റമുണ്ടാകില്ല. അതിനവരുടെ നാവ് പൊങ്ങിയാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സരിനും പഞ്ചപുച്ഛമടക്കി മിണ്ടാപ്പൂച്ചയെ പോലെ തല മാളത്തിലൊടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരൊക്കെ തന്നെയാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കലഹമുണ്ടാക്കിയത്, കോൺഗ്രസിനെ ജനാധിപത്യം പഠിപ്പിച്ചതൊക്കെ തന്നെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഒരുപാട് നേതാക്കളുണ്ട് പോയവരൊക്കെ തന്നെ. KV തോമസിനെ പോലെ, ഷാഹിദ കമാലിനെ പോലെ നിരവധി ആളുകൾ അത്തരത്തിൽ പോയി ഒന്നും പരിഗണിക്കപ്പെടാതെ ഇപ്പോഴും പാർട്ടിയുടെ അംഗങ്ങളാണ്, അണികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം നേതാക്കളുണ്ട്. അവർക്കൊക്കെ തന്നെ ഇപ്പോൾ യാതൊരു പരാതിയുമില്ല, പരിഭവവുമില്ല. കോൺഗ്രസ് അവഗണിച്ചാൽ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. മറ്റേത് പാർട്ടിയും തങ്ങളെ അവഗണിച്ചാലോ അപമാനിച്ചാലോ ഒന്നും തന്നെ അവർക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് ആ അവഗണനയും മറ്റുമൊന്നുമല്ല പ്രശ്നം. കോൺഗ്രസിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, കാരണം കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പാർട്ടിയെ പൊതുമധ്യത്തിൽ അവഹേളിക്കുക, പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പാർട്ടിയിൽ നിന്നവരാണ് ഇവരൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ പറയുന്നവരൊക്കെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിലേ ഇല്ല. അവരൊക്കെ തന്നെ CPM-നാൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ CPM-ൽ ചെന്ന് കറിവേപ്പിലകളായി കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭയം തേടി പോയ CPM അവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ പറയുന്ന നേതാക്കളെ ഒന്നും തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ അവരെ കറിവേപ്പിലയായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.